നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡാറ്റ ഫോമിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഡാറ്റ ഫോം ഉപയോഗിച്ചുകൊണ്ട് വർക്ക്ഷീറ്റിൽ എങ്ങനെ ഡാറ്റ രേഖപ്പെടുത്താം എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് പുതിയ ഒരു പോയിന്റിലേക്ക് പോവുകയാണ് നമ്മൾ. ഡാറ്റ ഫോർമാറ്റിംഗ്, ഡാറ്റ ഘടനാമാറ്റം, ഡാറ്റ ഫോർമാറ്റിംഗ്. Data formatting means the arrangement of worksheet data. By using formatting options, we can present the worksheet data in an effective manner. We can present some data in bold or in different colors to indicate the priority and importance. Data formatting means the arrangement of worksheet data. ലിബ്രോഫീസ് കാൽക്കിലുള്ള സെൽ ഡാറ്റകളുടെ ക്രമീകരണത്തെയാണ് ഡാറ്റ ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വർക്ക്ഷീറ്റ് ഡാറ്റകളുടെ ക്രമീകരണത്തെയാണ് ഡാറ്റ ഫോർമാറ്റിംഗ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. വർക്ക്ഷീറ്റിൽ രേഖപ്പെടുത്തിയ ഡാറ്റയുടെ വലുപ്പം കൂട്ടുക, അല്ലെങ്കിൽ അതിന് കളർ നൽകുക, സെല്ലിൽ കളർ കൊടുക്കുക, അതിൻ്റെ അലൈൻമെൻറ്റ് ക്രമീകരിക്കുക, ഇങ്ങനെയുള്ള വർക്ക്ഷീറ്റ് ഡാറ്റയുടെ ക്രമീകരണത്തെയാണ് ഡാറ്റ ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബൈ യൂസിങ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വി ക്യാൻ പ്രസൻറ്റ് ദി വർക്ക്ഷീറ്റ് ഡാറ്റ ഇൻ ആൻ ഇഫക്റ്റീവ് മാനർ. ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വർക്ക്ഷീറ്റ് ഡാറ്റകളെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് വർക്ക്ഷീറ്റ് ഡാറ്റകളെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. വി ക്യാൻ പ്രസൻറ്റ് സം ഡാറ്റ ഇൻ ബോൾഡ് ഓർ ഇൻ ഡിഫറൻറ്റ് കളേഴ്സ് ടു ഇൻഡിക്കേറ്റ് ദി പ്രയോറിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ്. മുൻഗണനയും പ്രാധാന്യവും സൂചിപ്പിക്കുന്നതിന് ചില ഡാറ്റകളെ ബോൾഡായോ അല്ലെങ്കിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലോ അവതരിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കും. മുൻഗണനയും പ്രാധാന്യവും സൂചിപ്പിക്കുന്നതിന് ചില ഡാറ്റകളെ ബോൾഡായോ അല്ലെങ്കിൽ വ്യത്യസ്ത കളറുകളിലോ അവതരിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കും. ഒരു വർക്ക്ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തിയ ഡാറ്റകളെ ക്രമീകരിക്കുന്നതിനെയാണ് ഡാറ്റ ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകിൽ അത് ബോൾഡാക്കാം, അല്ലെങ്കിൽ അതിന് ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ നൽകാം, രേഖപ്പെടുത്തിയ ഡാറ്റയ്ക്ക് കളർ നൽകാം, അതിൻ്റെ സൈസ് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ചില കണ്ടീഷനുകൾ പൂർത്തീകരിക്കുന്ന സെല്ലുകൾക്ക് കളറുകൾ നൽകാം. അതുപോലെ രേഖപ്പെടുത്തിയ ഡാറ്റകളിൽ പെർസെൻറ്റേജ് സിമ്പലോ അല്ലെങ്കിൽ കോമയോ അല്ലെങ്കിൽ ദശാംശ സ്ഥാനങ്ങളോ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമുക്ക് നടത്താം. ഇങ്ങനെ വർക്ക്ഷീറ്റിൽ രേഖപ്പെടുത്തിയ ഡാറ്റകളുടെ ക്രമീകരണത്തെയാണ് ഡാറ്റ ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വർക്ക്ഷീറ്റ് ഡാറ്റ ഫോർമാറ്റിംഗ് മേ ബി ഇൻ 4 ഫോം. വർക്ക്ഷീറ്റ് ഡാറ്റ ഫോർമാറ്റിംഗ് മേ ബി ഇൻ 4 ഫോം. വർക്ക്ഷീറ്റ് ഡാറ്റ ഫോർമാറ്റിംഗ് 4 രൂപങ്ങളിലാകാം. വർക്ക്ഷീറ്റ് ഡാറ്റ ഫോർമാറ്റിങ്ങിനെ നമ്മൾക്ക് 4ആയി തരംതിരിക്കാമെന്നർത്ഥം. വർക്ക്ഷീറ്റ് ഡാറ്റ ഫോർമാറ്റിംഗ് 4 രൂപത്തിലാവാം. ഫസ്റ്റ് വൺ, നമ്പർ ഫോർമാറ്റിംഗ്. നമ്പർ ഫോർമാറ്റിംഗ് അക്കങ്ങളുടെ ഘടനാമാറ്റം അല്ലെങ്കിൽ അക്കങ്ങളുടെ ഫോർമാറ്റിംഗ്. അക്കങ്ങളുടെ ഫോർമാറ്റിംഗ്. നെക്സ്റ്റ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. അക്ഷരങ്ങളുടെ ഫോർമാറ്റിംഗ്. അക്ഷരങ്ങളുടെ ഫോർമാറ്റിംഗ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. 3, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് സോപാധിക ഫോർമാറ്റിംഗ്. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് സോപാധിക ഫോർമാറ്റിംഗ്. ആൻഡ് ലാസ്റ്റ് വൺ, ടേബിൾ ഫോർമാറ്റിംഗ്. പട്ടിക ഫോർമാറ്റിംഗ്. വർക്ക്ഷീറ്റിൽ രേഖപ്പെടുത്തിയ ഡാറ്റയുടെ ഘടനാമാറ്റം 4 രൂപത്തിലാവാം. 1, അക്കങ്ങളുടെ ഫോർമാറ്റിംഗ്. 2, അക്ഷരങ്ങളുടെ ഫോർമാറ്റിംഗ്. 3, സോപാധിക ഫോർമാറ്റിംഗ്. 4, പട്ടിക ഫോർമാറ്റിംഗ്. അതിൽ ഓരോന്നുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തേതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, നമ്പർ ഫോർമാറ്റിംഗ്. നമ്പർ ഫോർമാറ്റിംഗ്.
Numbers are formatted to change their appearance. Number formatting includes adding percent symbol, comma, decimal places, currency sign, date, time, etc. to spreadsheet. The number format applied will not affect the actual cell value. Numbers are formatted to change their appearance. Numbers are formatted to change their appearance. രൂപഭാവം മാറ്റുന്നതിനായി നമ്പറുകൾ ഫോർമാറ്റ് ചെയ്യുന്നു. രൂപഭാവം മാറ്റുന്നതിനായി നമ്പറുകൾ ഫോർമാറ്റ് ചെയ്യുന്നു. Number formatting includes adding percent symbol, comma, decimal places, currency sign, date, time, etc. to spreadsheet. ശതമാന ചിഹ്നം, കോമ, ദശാംശ സ്ഥാനങ്ങൾ, കറൻസി ചിഹ്നം, തീയതി, സമയം തുടങ്ങിയവ സ്പ്രെഡ്ഷീറ്റിലേക്ക് ചേർക്കുന്നത് നമ്പർ ഫോർമാറ്റിങ്ങിൽ ഉൾപ്പെടുന്നു. നമ്മൾ രേഖപ്പെടുത്തിയ അക്കങ്ങളുടെ കൂടെ പെർസെൻറ്റ് സിമ്പലോ കോമയോ ഡെസിമൽ പ്ലേസസോ കറൻസി സൈനോ ഡേറ്റോ ടൈമോ കൂട്ടിച്ചേർക്കുന്നത് നമ്പർ ഫോർമാറ്റിങ്ങിൽ ഉൾപ്പെടുന്നു. ഒരു വർക്ക്ഷീറ്റിൽ രേഖപ്പെടുത്തിയ നമ്പറിൻ്റെ കൂടെ പെർസെൻറ്റ് സിമ്പലും കോമയും ഡെസിമൽ പ്ലേസസും കറൻസി സൈനും ഡേറ്റും ടൈമുമൊക്കെ ചേർക്കുന്നത് നമ്പർ ഫോർമാറ്റിങ്ങിൽ ഉൾപ്പെടുന്നു. The number format applied will not affect the actual cell value. The number format applied will not affect the actual cell value. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള, നമ്മൾ പ്രയോഗിച്ചിട്ടുള്ള നമ്പർ ഫോർമാറ്റ് യഥാർത്ഥ സെൽ മൂല്യത്തെ ബാധിക്കുന്നില്ല. ഒരു സെല്ലിൽ നമ്മൾ 2000 എന്ന് നൽകി. ആ 2000ൻ്റെ കൂടെ നമ്മൾ കറൻസി സിമ്പൽ നൽകി. ആ കറൻസി സിമ്പൽ നൽകുന്നതോടുകൂടി ആ സെല്ലിൽ രേഖപ്പെടുത്തിയ വിലയെ, സെൽ മൂല്യത്തെ ഇത് ബാധിക്കുന്നില്ല. രൂപഭാവം മാറ്റുന്നതിനായി നമ്പറുകൾ ഫോർമാറ്റ് ചെയ്യുന്നു. ശതമാന ചിഹ്നം, കോമ, ദശാംശ സ്ഥാനങ്ങൾ, കറൻസി ചിഹ്നം, തീയതി, സമയം തുടങ്ങിയവ ഒരു സ്പ്രെഡ്ഷീറ്റിലേക്ക് ചേർക്കുന്നത് നമ്പർ ഫോർമാറ്റിങ്ങിൽ ഉൾപ്പെടുന്നു. നമ്മൾ പ്രയോഗിച്ച നമ്പർ ഫോർമാറ്റ് യഥാർത്ഥ സെൽ മൂല്യത്തെ ബാധിക്കുന്നില്ല. കോമ നൽകിയതുകൊണ്ട് ആ സെല്ലിൻ്റെ വിലയെ അത് ബാധിക്കുന്നില്ല. കറൻസി സിമ്പൽ നൽകിയതുകൊണ്ട് ആ സെല്ലിലുള്ള വാല്യൂവിനെ അത് ബാധിക്കുന്നില്ല. യഥാർത്ഥ മൂല്യത്തെ അത് ബാധിക്കുന്നില്ല. നമ്പർ ഫോർമാറ്റിംഗ് സ്റ്റെപ്സ് ആണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് വർക്ക്ഷീറ്റിൽ രേഖപ്പെടുത്തിയ വാല്യൂവിൻ്റെ കൂടെ കറൻസി സിമ്പൽ, പെർസെൻറ്റേജ് സിമ്പൽ, കോമ, ഡെസിമൽ പ്ലേസ് മുതലായവ എങ്ങനെ കൂട്ടിച്ചേർക്കാം, ഇതിനുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, സെലക്ട് ദി സെൽ ഓർ റേഞ്ച് ടു ബി ഫോർമാറ്റഡ്. സെലക്ട് ദി സെൽ ഓർ റേഞ്ച് ടു ബി ഫോർമാറ്റഡ്. ഫോർമാറ്റ് ചെയ്യേണ്ട സെല്ലോ അല്ലെങ്കിൽ സെൽ റേഞ്ചോ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് ചെയ്യേണ്ട സെല്ലോ സെൽ റേഞ്ചോ സെലക്ട് ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, സെലക്ട് ഫോർമാറ്റ് സെൽസ് ഫ്രം മെനു ബാർ. മെനു ബാറിൽ നിന്നും ഫോർമാറ്റ് സെൽസ് സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്നും ഫോർമാറ്റ് സെൽസ് സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്നും ഫോർമാറ്റ് മെനുവിലെ സെൽസ് സെലക്ട് ചെയ്യുക. Then format cells window appears. ആ സമയം ഫോർമാറ്റ് സെൽസ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. Select the numbers
tab from the Format Cells window. Select the Numbers tab from the Format Cells window. Format Cells വിൻഡോയിൽ നിന്നും Numbers tab സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് സെൽസ് വിൻഡോയിൽ നിന്നും നമ്പേഴ്സ് ടാബ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, സെലക്ട് ദി റിക്വയർഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫ്രം കാറ്റഗറി ബോക്സ് ആൻഡ് ചൂസ് ദ ഫോർമാറ്റ് സ്റ്റൈൽ ഫോർ ദി സെലക്റ്റഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫ്രം ദി ടൈപ്പ് ബോക്സ്. ഇവിടെ രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തേത്, സെലക്ട് ദി റിക്വയർഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫ്രം കാറ്റഗറി ബോക്സ്. കാറ്റഗറി ബോക്സിൽ നിന്നും ആവശ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പെർസെൻറ്റേജ് ആണ് വേണ്ടതെങ്കിൽ കാറ്റഗറി ബോക്സിൽ നിന്നും ഫോർമാറ്റിംഗ് ഓപ്ഷനായ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക. പെർസെൻറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ വർക്ക്ഷീറ്റിൽ രേഖപ്പെടുത്തിയ ഡേറ്റിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ കാറ്റഗറി ബോക്സിൽ നിന്നും ഫോർമാറ്റിംഗ് ഓപ്ഷനായ ഡേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ കാറ്റഗറി ബോക്സിൽ നിന്നും ആവശ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആൻഡ് ചൂസ് ദ ഫോർമാറ്റ് സ്റ്റൈൽ ഫോർ ദി സെലക്റ്റഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഫ്രം ദി ടൈപ്പ് ബോക്സ്. സെലക്ട് ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻ്റെ ഫോർമാറ്റ് സ്റ്റൈൽ ടൈപ്പ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻ്റെ ഫോർമാറ്റ് സ്റ്റൈൽ ടൈപ്പ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അവസാന സ്റ്റെപ്പ്, ഫൈനലി ക്ലിക്ക് ഓൺ ഓക്കെ ബട്ടൺ. അവസാനമായി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫൈനലി ക്ലിക്ക് ഓൺ ഓക്കെ ബട്ടൺ. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പ്, ഫോർമാറ്റ് ചെയ്യേണ്ട സെല്ലോ അല്ലെങ്കിൽ സെൽ റേഞ്ചോ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, മെനു ബാറിൽ നിന്നും ഫോർമാറ്റ് സെൽസ് സെലക്ട് ചെയ്യുക. ആ സമയം ഫോർമാറ്റ് സെൽസ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർമാറ്റ് സെൽസ് വിൻഡോയിൽ നിന്നും നമ്പേഴ്സ് എന്ന ടാബ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, കാറ്റഗറി ബോക്സിൽ നിന്നും ആവശ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് സെലക്ട് ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷനുള്ള ഫോർമാറ്റ് സ്റ്റൈൽ ടൈപ്പ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. അവസാനമായി ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഇത് നമ്മൾക്ക് വിശദമായി ചർച്ച ചെയ്യാം. എങ്ങനെ ഈ വാല്യൂവിൽ കോമ നമ്മൾക്ക് കൂട്ടിച്ചേർക്കാം? ആദ്യത്തെ സ്റ്റെപ്പ്, ഫോർമാറ്റ് ചെയ്യേണ്ട റേഞ്ച് സെലക്ട് ചെയ്യുക. അടുത്ത ഫോർമാറ്റ് സെൽസ് മെനു ബാറിൽ നിന്നും സെലക്ട് ചെയ്യുക. ആ സമയം ഫോർമാറ്റ് സെൽസ് വിൻഡോ പ്രത്യക്ഷപ്പെടുന്നു. അതിൽ ഫോർമാറ്റ് സെൽസ് വിൻഡോയിൽ നിന്നും നമ്പേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, കാറ്റഗറി ബോക്സിൽ നിന്നും ആവശ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കോമയാണ് നമ്മൾ നൽകേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്പർ എന്ന കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്പർ എന്ന കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വലതുവശത്ത് ഫോർമാറ്റ് എന്ന ബോക്സിൽ സെലക്ട് ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻ്റെ വിവിധ ഫോർമാറ്റ് സ്റ്റൈലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഫോർമാറ്റ് ബോക്സിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലേക്ക് ബാധകമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഫോർമാറ്റ് ബോക്സിൽ നിന്നും നമുക്ക് ആവശ്യമായ ഫോർമാറ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ആദ്യത്തെ സെല്ല് എങ്ങനെയാണ് വരിക എന്ന് ഇവിടെ കാണാം. നമുക്ക് 15,000. തുടർന്ന് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം കോമ വന്നതായി കാണാം. എങ്ങനെ ഇവിടെ കോമ നൽകാം? ഈ വാല്യൂവിൽ എങ്ങനെ നമ്മൾക്ക് കോമ നൽകാം? ആദ്യം സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക.
ഫോർമാറ്റ് സെൽസ് മെനു ബാറിൽ നിന്ന് സെലക്ട് ചെയ്യുക. ആ സമയം ഫോർമാറ്റ് സെൽസ് വിൻഡോ വന്നു. നമ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് കാറ്റഗറി ബോക്സിൽ നിന്നും ആവശ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്പർ സെലക്ട് ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻ്റെ ഫോർമാറ്റ് സ്റ്റൈലുകൾ ഫോർമാറ്റ് ബോക്സിൽ ലഭ്യമാണ്. നമ്മൾക്ക് ആവശ്യമായ ഫോർമാറ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. തുടർന്ന് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡെസിമൽ പ്ലേസ് എങ്ങനെ നൽകാം? ദശാംശ സ്ഥാനങ്ങൾ എങ്ങനെ നൽകാം? അതിന് ആദ്യം ഫോർമാറ്റ് ചെയ്യാനുള്ള സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. ദശാംശ സ്ഥാനങ്ങൾ കൊണ്ടുവരാനുള്ള സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്നും ഫോർമാറ്റ് സെൽസ് സെലക്ട് ചെയ്യുക. ആ സമയം ഫോർമാറ്റ് സെൽസ് വിൻഡോ വന്നു. ഫോർമാറ്റ് സെൽസ് വിൻഡോയിൽ നിന്നും നമ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി ബോക്സിൽ നിന്നും ആവശ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്പർ. നെക്സ്റ്റ് ഡെസിമൽ പ്ലേസ് വരുന്ന ഫോർമാറ്റ് സ്റ്റൈൽ ഫോർമാറ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്ത റേഞ്ചിലെ ആദ്യ വാല്യൂ വരുന്ന രീതി, വാല്യൂവിൻ്റെ ഒരു മാതൃക ഇവിടെ തന്നിട്ടുണ്ട്. തുടർന്ന് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ദശാംശ സ്ഥാനങ്ങൾ വന്നതായി നമ്മൾക്ക് കാണാം. അടുത്തത് ഈ വാല്യൂവിന് എങ്ങനെ നമ്മൾക്ക് കറൻസി സിമ്പൽ നൽകാം? കറൻസി സിമ്പൽ നൽകാൻ ആഗ്രഹിക്കുന്ന സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്നും ഫോർമാറ്റ് സെൽസ് സെലക്ട് ചെയ്യുക. ആ സമയം ഫോർമാറ്റ് സെൽസ് വിൻഡോ വന്നു. നമ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി ബോക്സിൽ നിന്നും ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കറൻസി എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻ്റെ വിവിധ ഫോർമാറ്റ് സ്റ്റൈലുകൾ ഫോർമാറ്റ് ബോക്സിൽ ലഭ്യമാണ്. നമ്മൾക്ക് ആവശ്യമായ ഫോർമാറ്റ് സ്റ്റൈൽ ഫോർമാറ്റ് ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുക. തുടർന്ന് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കറൻസി സിമ്പൽ ഇവിടെ വന്നതായി നമുക്ക് കാണാം. ഇനി ഡേറ്റ് എങ്ങനെ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാം? ഫോർമാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സെൽ റേഞ്ച് സെലക്ട് ചെയ്യുക. മെനു ബാറിൽ നിന്നും ഫോർമാറ്റ് സെൽസ് സെലക്ട് ചെയ്യുക. ആ സമയം ഫോർമാറ്റ് സെൽസ് വിൻഡോ വന്നു. ഫോർമാറ്റ് സെൽസ് വിൻഡോയിലെ നമ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി ബോക്സിൽ നിന്നും നമുക്കാവശ്യമായ ഫോർമാറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ളത് ഡേറ്റ് ആണ്, അതുകൊണ്ട് ഡേറ്റ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ഫോർമാറ്റിംഗ് ഓപ്ഷൻ്റെ വിവിധ ഫോർമാറ്റ് സ്റ്റൈലുകൾ ഫോർമാറ്റ് ബോക്സിൽ ലഭ്യമാണ്. നമുക്ക് ആവശ്യമായ ഫോർമാറ്റ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. തുടർന്ന് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്തതായി നമുക്ക് കാണാം. ഓക്കെ, ഈ തരത്തിലാണ് നമ്പറുകൾ ഫോർമാറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.